എങ്ങനെയാണ് കോഴിക്കോട് ഡ്രൈവ്? കുഴപ്പമില്ല, നല്ല. പക്ഷെ കുറച്ചിടെ റോഡ് ഭയങ്കര മോശമായിരുന്നു. എങ്ങനെയുണ്ട് റോജമ്മേ? കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? ഇതാണ് ചമ്രവട്ടം, എന്താ പറയാ, സ്പിൽവേ കം ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം. നമ്മുടെ തണ്ണീർമുക്കം പണ്ട് പോലെയൊക്കെ സാധനം. ഭാരതപ്പുഴയുടെ മേലെയാണ് പണിത്. നല്ല മുന്നു അതെ, അപ്പുറത്ത് ഭാരതപ്പുഴ കാണാം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മളപ്പോൾ ആദ്യം കോവിഡ് ഇനിയും നമ്മുടെ രാജ്യത്തുനിന്ന് വിട്ടു മാറിയിട്ടില്ല എന്നുള്ളത്. ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ നോക്കുന്നത് സേഫ്റ്റിയാണ്. എന്നാൽ അവർക്ക് മനസ്സിൽ ഇത്രയും കാലം അടച്ചു കിടന്നത് കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം എന്നുള്ളവരാണ്. അപ്പോൾ നമ്മളിപ്പോൾ കടവിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി ഒരു നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ, നമ്മുടെ ഗേറ്റ് മുതൽ വണ്ടികൾ സാനിറ്റൈസ് ചെയ്യണതാണെന്നുണ്ടെങ്കിലും ബാഗേജ് സാനിറ്റൈസേഷൻ ആണെങ്കിലും ഓരോ ഇടങ്ങളിൽ നമ്മൾ ഓരോ റൂമിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സാനിറ്റൈസേഴ്സ് ആണെന്നുണ്ടെങ്കിലും മാസ്ക്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചിട്ടുണ്ട്. സെൻസർ ഹാൻഡ് വാഷ് ആണ്, അപ്പോൾ ടാപ്പിൽ തൊടണ്ട. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചിട്ടുണ്ട്. ഒരു പടി മുമ്പിൽ കയറി നമ്മൾ ചെയ്തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ റിസപ്ഷനിൽ കയറി വരുമ്പോൾ അവനവൻ്റെ മൊബൈലിൽ നിന്നൊരു QR കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഹോട്ടലിന് കിട്ടും. QR കോഡ് ഇവർ വെച്ചിട്ടുണ്ട്, അത് സ്കാൻ ചെയ്ത് നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ റാവിസ് കടവിൽ വന്നിരിക്കുകയാണ്. കോഴിക്കോട് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ ഒരുപക്ഷെ കൊച്ചേപ്പിൻ്റെയും റോസ്വിതയുടെയും ആദ്യത്തെ ലോങ് ഡ്രൈവാണ്. ഇത്രയും ദൂരം അവർ കാറിൽ യാത്ര ചെയ്തിട്ടില്ല. 2 ഫോമുണ്ട് നമുക്കൊന്ന്. നമുക്കിപ്പോൾ സാധാരണ എല്ലാ ഹോട്ടലിലും ഉള്ള പോലെ രജിസ്ട്രേഷൻ ഫോം. രണ്ടാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോം, ഒരു കോവിഡ് സെൽഫ് റിപ്പോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോവിഡ് ഇല്ല, നമ്മൾ കോവിഡ് ഉള്ള സ്ഥലത്ത് നല്ല വരുന്നത് എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ഓരോ റൂംസിലും സാനിറ്റൈസേഷൻ. ഒരു റൂം നമ്മളിപ്പോൾ ചെക്കൗട്ട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ ഡു കോൾഡ് ഫ്യൂമിഗേഷൻ. അതായത് ഹോട്ട് ഫ്യൂമിഗേഷൻ അല്ല, കോൾഡ് ഫ്യൂമിഗേഷൻ ചെയ്ത് 24 hours അത് റെസ്റ്റ് ചെയ്യിപ്പിക്കും നമുക്ക്. എന്നതിന് ശേഷം വീണ്ടും ക്ലീൻ ചെയ്തതിന് ശേഷമേ ഈ റൂം കൊടുക്കുള്ളൂ. അതായത് ഈ റൂമിൽ മിനിയാന്നായിരിക്കും ഒരു ഗസ്റ്റ് അവസാനമായിട്ട് താമസിച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് അതുകൂടെ നമ്മൾ ആ WHO പറഞ്ഞ അതേ രീതിയിലാണ് വി ആർ ഡൂയിങ് ഇറ്റ്. റോച്ചു, നീ എവിടെയാ? ആണോ? ഇത് ഏത് സ്ഥലം? കോഴിക്കോട്. ആ, ഇപ്പോൾ കടവ് കൂടുതലും ഒരു തുറന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ എല്ലാം നേച്ചറിനോട് ചേർന്നും ലാറ്ററൈറ്റ് റോക്സും മാക്സിമം നമ്മൾ മരങ്ങളും ചെടികളും അതിൻ്റെ കാര്യങ്ങളിലേക്കുള്ള നോക്കാൻ. അപ്പോൾ ആൾക്കാർക്ക് ഈ പ്രകൃതിയും വായു ഏറ്റവും നന്നായിട്ട് ചാലിയാർ പുഴയുടെ തീരത്ത് കിട്ടുക, അതാണ് ഇനി മുമ്പോട്ട് പോകാനുള്ളതിൽ നിന്നും അത് തന്നെയാണ് ഇപ്പോഴും ഫാമിലീസ് ആഗ്രഹിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ചെയ്യാൻ പോവാണ്. എവിടെ പോണേ? ഇല്ല, ഇപ്പൊ എവിടേക്ക് പോണേ? വള്ളം തുഴയാൻ പോണ അല്ലേ? നിക്ക് എങ്ങോട്ടാ പോണേ? അപ്പ വരട്ടെ.
നോക്കട്ടെ അമ്മ നോക്കട്ടെ. കൊള്ളാമോ? പേടിയില്ലേ? പേടിയില്ലേ റോച്ചമ്മ? ഉണ്ടോ? എന്നാ പിന്നെ പോണ്ടായിരുന്നല്ലോ. വെള്ളത്തിൽ പോണോ? പേടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ വെള്ളത്തിൽ പോണോ? കൊച്ചേപ്പിന് പേടിയുണ്ടോടാ? പിന്നെ ഇല്ല, എനിക്ക് വിജയകരമായ പുന്നോടക്കായലിലെ കയാക്കിങ്ങിനും മാൽഡീവ്സിലെ കടലിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുതിയ കയാക്കിംഗ്, ചാലിയാർ പുഴയിലെ കയാക്കിംഗ്. അല്ലേ റോജോ? ഞാനും ഞങ്ങളുടെ ധൈര്യശാലിയായ മോനും ചേരുന്നു. അറിയിക്കട്ടെ അല്ലേടാ? ഞങ്ങളങ്ങനെ ചാലിയാർ പുഴയിലൂടെ കയാക്കിംഗ് ആണ്. ഞങ്ങൾ വെറുതെ ഇരിക്കുക, ഞാനും റോച്ചമ്മയും വെറുതെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചേപ്പച്ചനാണ് ഞങ്ങളെ തുഴഞ്ഞു പോകുന്നത്. ഞങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഇങ്ങനെ കയാക്കിംഗ് നടത്തുകയാണ്. അപ്പോൾ കടവിൽ വരുന്ന എല്ലാവർക്കും ഈ ഫെസിലിറ്റി ഉണ്ട്. നേരത്തെ കൂട്ടി അറിയിക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാലിയാർ പുഴയിലൂടെ ഇങ്ങനെ ഗംഭീരമായിട്ട് കാറ്റൊക്കെ കൊണ്ട് കയാക്കിംഗ് നടത്താം. ചാലിയാർ പുഴയിലൂടെ കയാക്കിംഗ് നടത്തുകയാണ്. എന്നെ കൊണ്ട് തുഴയാൻ സമ്മതിക്കുന്നില്ല റോച്ചമ്മ, അവള് തന്നെ തുഴഞ്ഞോളാം എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഈ പുഴ അങ്ങ് ചെന്ന് ബേപ്പൂര് വന്ന് ചേരുന്നൊരു പുഴയാണ്. അപ്പൊ ചാലിയാർ പുഴയിലൂടെ ഞങ്ങളുടെ കയാക്കിംഗ് തുടരുകയാണ് മക്കളെ, തുടരുകയാണ്. അപ്പൊ കൊച്ചേപ്പ തുഴയുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരിക്കാവുന്ന ഒരു സോറി അമ്മയുടെ മുമ്പില് പോവാൻ പോവാണ്. അപ്പൊ നമുക്ക് വന്നിട്ട് അവിടെ പോവാം. ഇറങ്ങിക്കോ റോച്ചമ്മ, ഇറങ്ങിക്കോ. എനിക്ക് ഇറങ്ങണ്ട, ഇനിയും പോണ എനിക്ക്. ഒരു ആലപ്പുഴക്കാരനായ എനിക്ക് എന്താണ് ഹൗസ് ബോട്ട് എന്നുള്ളത് ആർക്കും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല. പക്ഷേ നമ്മൾ കായലിലാണ് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു റിവർ ക്രൂയിസ് ആദ്യമായിട്ടാണ് ഒരു ഒഴുകുന്ന പുഴയിൽ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാവുന്ന ഒരു വല്ലാത്ത അനുഭവമാണ്. ഞങ്ങളിങ്ങനെ ചാലിയാർ പുഴയിലൂടെ റാവിസ് കടവിൻ്റെ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കൊച്ചേപ്പേ? അതുകൊണ്ട് ഫീൽ എങ്ങനെയുണ്ട്? റോച്ചു എങ്ങനെയുണ്ട് റോച്ചമ്മേ? കൊള്ളാം, ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നമ്മളൊരു ഐലൻഡിനെ ചുറ്റിപ്പറ്റിയാണ് കറങ്ങിയാണ് വന്നത്. ഓ അത് ശരി. തെങ്ങൊക്കെ നിറഞ്ഞ അടിപൊളി ഒരു ഐലൻഡ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ പല സ്ഥലത്തും ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ചാലിയാർ പുഴയിലൂടെ റിവർ ക്രൂയിസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഷെഫ് പ്രഫുലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ റാവിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ഷെഫുമാർ തന്നെയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ വയറിനെ ഒരുക്കുന്ന ആൾക്കാരാണ്. സാധാരണ ബ്യൂട്ടീഷ്യൻസിനെ പറ്റി അങ്ങനെ പറയുന്നത്, നിങ്ങൾ നമ്മുടെ വയറൊരുക്കമാണ്. അപ്പോൾ കോഴിക്കോടിന് പ്രത്യേകം അറിയാമല്ലേ, കോഴിക്കോടൻ ഹൽവ ഇരിപ്പുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം വയൽ വെള്ളം ഞങ്ങൾ മിഠായി തെരുവിലൊക്കെ അന്വേഷിച്ച് കയറാൻ പറ്റില്ല, ഇത്ര തിരക്ക് കാരണം. ഇവിടെ എന്തായാലും ഹലുവ റെഡിയാണ്. അത് ശരി, കറക്റ്റാണ്. പിന്നെ കോഴിക്കോടുകാരുടെ ഒരു സൽക്കാര പ്രേമികളാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വെച്ച് തന്നെ ഫുഡിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ്. പ്രത്യേകിച്ച് സീ ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ആരും കൊതി വിടരുത്. ഇവിടെ കുറേ ഐറ്റം ഉണ്ട്. മീൻ വിഭവം ഉണ്ട്, ബീഫുണ്ട്, ചിക്കനാണോ? അത് ചിക്കനാണ്. ഇതെന്താണ് സംഭവം? മലബാറി ചിക്കൻ ബിരിയാണി. ഓക്കെ. അപ്പോൾ കോഴിക്കോട് വന്നൊരു ബിരിയാണി കഴിച്ചില്ലെങ്കിൽ എന്താണ് അല്ലേ? അപ്പം സാധാരണ ഇവിടെ കോഴിക്കോട് വരുന്ന ആൾക്കാർ എന്താ പറയുക, പല ഹോട്ടലുകളിലും ബിരിയാണി കഴിക്കാൻ പോകുമെങ്കിലും കോഴിക്കോടിൻ്റെ തനത് രുചിയിൽ റാവിസ് കടവും നമുക്ക് വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഷെഫേ ഒന്ന് ചെറുതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ തരാം, എന്തൊക്കെയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നുള്ളത്. നമ്മളിത് ഇത് ചെയ്ത് പ്രോൺസ്. ഓക്കെ. ഈ പ്രോൺസ് ഇത് കാന്താരി പ്രോൺസ് ആണ്. ഓക്കെ. ഇത് തേങ്ങാപ്പാലിൽ കാന്താരി ഇട്ട് വറ്റിച്ചെടുത്ത പ്രോൺസ് ആണ്. ഓക്കെ. ഇത് മലബാറി ബീഫ് ഫ്രൈ. ഓക്കെ. അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവറിൽ കോഴിക്കോട് വരുന്നവർക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ലല്ലേ? അപ്പം ബീഫിൻ്റെ ഒരു കിടിലൻ ഒലത്തല്ലേ, എന്താണ് നിങ്ങൾ പറയുന്നതിന്? മലബാറി ബീഫ് ഫ്രൈ. മലബാറി ബീഫ് ഫ്രൈ ആണ്. ഓക്കെ. ഇത് റെഡ് സ്നാപ്പ്. ഓക്കെ. നമ്മളിവിടെ നിങ്ങൾ കോഴിക്കോടുകാർ എന്താ പറയാ? ചെമ്പല്ലി. ഓക്കെ. അതന്നെ ഈ ചാലിയാർ പുഴ എന്ന് പിടിക്കുന്ന ചെമ്പല്ലി. അപ്പൊ ചാലിയാർ പുഴയുടെ ഒരു സൂപ്പർ. അപ്പം നമ്മൾ ചിക്കൻ കണ്ടു, പ്രോൺസ് കണ്ടു, അതൊക്കെ കടലിൽ നിന്ന് വരുന്നതാണ്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ നമ്മൾ താമസിച്ചത് എൻ്റെ കൈയകരത്തിൽ നിൽക്കുന്ന ചാലിയാർ പുഴയിലെ മീനാണ്. നല്ല വറുത്ത് ഗംഭീരാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെക്കറേഷൻ കൊള്ളാം കേട്ടോ, നല്ലൊരു ഫീലുണ്ട്. പ്രഭുൽ ഇവിടെ ഉണ്ട്. നിങ്ങൾ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലബാറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ റാവിസ് കടവിൽ വരിക, വിഭവ സമൃദ്ധമായ ഭക്ഷണം ഗ്യാരണ്ടി. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഷെഫിനും ഞങ്ങളെ ഇങ്ങനെ വയറ് നിറയ്ക്കാൻ കാണിച്ച. ഇന്ന് കുറേ വിഭവമുണ്ട്, അതാണ് ഞങ്ങൾ ഭാഗ്യം പറയാം. സാധാരണ കോവിഡിന് മുമ്പ് ഇവിടെ മൊത്തം ബുഫേ ആയിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം.